മോളെ ജാസു, ഇതെന്തുവാ? നീ തന്നെ ഇത് നമ്മുടെ ഉണ്ണാക്കയ്ക്ക് അയച്ചു കൊടുത്തതാണ്. എന്നാലും എൻ്റെ ഉറപ്പീഴ് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ലവ് നന്നായി നടന്നു. അവർ പട്ടാണികളാണ്. അവരുടെ ഒരു ചടങ്ങ് ആണ്. ട്യൂസ്ഡേ 13 ഫെബ്രുവരി, തേഴ്സ്ഡേ 15 ഫെബ്രുവരി. ജാസ്മിൻ മുന്നാക്കയ്ക്ക് അയച്ച ഒരു സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. വീഡിയോ ഉടനെ തന്നെ പുറത്താകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ എൻഗേജ്മെൻ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ജാസ്മിൻ്റെ ഫോട്ടോയും വീഡിയോയും ജാസ്മിൻ തന്നെ മുന്നാക്കയ്ക്ക് അയച്ചു കൊടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? എന്താല്ലേ ഒരല്പം ഉളുപ്പ്? എന്തൊക്കെ നുണയായി കൊച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നുള്ളതാണ്. സാരമില്ല. ഈ വിഷയം ഇപ്പം പുറത്തേക്ക് വരാനുള്ള കാരണവും പുള്ളിക്കാരത്തി തന്നെ. നമ്മൾ ഈ കൊച്ചിനെ ഏറിയെന്നെടുത്ത് താഴോട്ടൊന്ന് വെക്കും. കൊച്ചു പറയും പറ്റൂല, എനിക്ക് ഏറി തന്നെ നിൽക്കണമെന്ന്. ഞാൻ ഏറിന്ന് താഴെ ഇറങ്ങൂല, നിങ്ങൾ മിണ്ടാണ്ട് കുത്തിയിരിക്കുന്ന പറഞ്ഞിട്ട് പെൺകൊച്ച്. എന്നാ പറയാനാ? ഏതായാലും വിശദീകരണവുമായിട്ട് ഇനിയിപ്പോൾ ചിലപ്പം പുതിയ ആൾക്കാർ വന്നാലും വരും. അഫ്സൽ ഇത് പുറത്തു വിടുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും അഫ്സലിൻ്റെ കയ്യിൽ വലിയ വീഡിയോസ് ഒന്നും കാണത്തില്ല. മോളിത് ആരെ കൊണ്ടാ വീഡിയോ ഒക്കെ എടുപ്പിച്ച് സേവ് ചെയ്ത് വെച്ചതാ. പുള്ളിക്കാരത്തി പോകുന്നതിന് മുമ്പ് വിചാരിച്ചു അവിടെ പോയി എന്തെങ്കിലും തിരിമറികൾ കാണിച്ചാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി അഫ്സലിക്കൊക്കെ പോയാൽ ഈ വീഡിയോ വെച്ചിട്ട് അഫ്സലിക്കായെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. ഇനി അതും നടക്കത്തില്ല. അഫ്സലിക്കൊക്കെ ഏതാണ്ട് വിട്ടു നിൽക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പുറത്ത് വന്ന ഉടനെ വിവാഹം നടക്കും, അടുത്ത വർഷത്തിലൊരു കുട്ടി എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നല്ലതൊക്കെ നടക്കട്ടെ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരാൾ വണ്ടിയിലേക്ക് കയറി, ട്രെയിനിൽ കയറി, അത്യാവശ്യം അയാൾ അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ട് പോയി, അത്രയും വിചാരിച്ചാൽ മതി. ഇടയ്ക്ക് കയറിയ ഒരുത്തൻ, അത്രേ ഉള്ളൂ. വാപ്പ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. കേടി വാപ്പ അത്യധികം തീവ്രമായിട്ട് തന്നെ മകളോട് മേൽക്കൊണ്ട് നീ ഇവനെയും കൊണ്ടങ്ങാണം നടന്നിട്ടാണ് നിന്നെ എടുത്ത് ഉടുത്ത് കളയുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തെറിവിളിയുടെ പൂരമായിരുന്നു. നീ മകൾ വരുമ്പോൾ കാലുമടക്കി അടിക്കുമായിരിക്കും, പണ്ടേനെ തന്ത തല്ലു എന്നൊക്കെ മോള് പറയുന്നുണ്ട്. എന്തരായാലും കൊള്ളാം. നല്ല കുടുംബം, നല്ല ഗോത്രം, നല്ല സ്വഭാവം, എല്ലാം ഓക്കെ. ഇമാതിരി അത്രയും നുണകൾ പടച്ചുണ്ടാക്കി വെച്ചിട്ട് പിന്നെ നാട്ടുകാരുടെ തലയിലോട്ട് അങ്ങ് പാഞ്ഞിടിച്ച് കയറ്റമാണ്. നല്ല ഫ്രസ്ട്രേഷനുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ കൊണ്ടുപോയി ഏതെങ്കിലും കുപ്പയ്ക്കകത്ത് വെച്ചാലും മതിയായിരുന്നു. പാവം പിള്ളേരുടെ തലയിലോട്ട് പാഞ്ഞു പിടിച്ച് കയറാതെ സ്വന്തം ജീവിതത്തിൽ നടന്ന ചില പോരായ്മകൾ, ചില കുറവുകൾ കൊണ്ടാണ് ഒന്നും തികയാതെ, ഒന്നിലൊടങ്ങാതെ ഇങ്ങനെ ചാടി കളിക്കുന്നത് മുല്ലപ്പൂ. താങ്ക് യു.